മീറ്ററിന് കിട്ടില്ല. സോ ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഗുഡ് മോർണിംഗ് പറയും, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. സോ ഐ ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഷിഫ്റ്റിംഗ്. ഞാൻ ഓവർടേക്ക് ചെയ്യാം, ജസ്റ്റ് ഫ്ലോർ ചെയ്തു. കണ്ടോ, ഓവർടേക്കിംഗ് ഒക്കെ വളരെ കൂളായിട്ട് വണ്ടി സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. ഇതിന്റെ സ്പീക്കർ എനിക്ക് എടുത്തു പറയണം, ജസ്റ്റ് ഇതിന് വെറും 4 സ്പീക്കറേ വരുന്നുള്ളൂ. ഈവൻ ട്വീറ്റേഴ്സ് പോലും ഇല്ല. ബട്ട് ദ ബേസ് റെസ്പോൺസ് ഓഫ് ദിസ് വെരി സിസ്റ്റം ഇസ് ജസ്റ്റ് ഇൻസൈൻ. എനിക്കൊരു നെഗറ്റീവ് തോന്നിയത് എന്താന്ന് വെച്ചാൽ, ഏത് ഗിയറിലാണ് കിടക്കണമെന്നുള്ളത് ഇവിടെ കാണിക്കില്ല. ഇപ്പോൾ റിവേഴ്സ് ഇട്ടു, ഇപ്പോൾ ന്യൂട്രൽ ഇട്ടു, ഡ്രൈവ് ഇട്ടു, മാനുവൽ ഇട്ടു. ഇത് കാണണമെങ്കിൽ ഇവിടെ തന്നെ നോക്കണം. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതുവരെയുള്ളൊരു പോലത്തെ ഒരു ഇൻട്രോ അല്ല. നമ്മൾ ഇന്ന് ഓടിക്കുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ പുതിയൊരു വണ്ടിയാണ്, മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര. യെസ്, ഞാനൊരു സുസുക്കി ഫാൻ ആയിരുന്നില്ല, പക്ഷേ ഈ ഒരു വണ്ടി ഇരുന്ന് ഇതിൽ യാത്ര ചെയ്ത് ഓടിച്ച ശേഷം എനിക്ക് മാരുതിയോടുള്ളൊരു ഇത് മാറി. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. സോ ഐ ഡോണ്ട് ഹാവ് ടു ബോദർ. ഞാൻ ജസ്റ്റ് നമുക്കൊരു വണ്ടി സൈഡ് ഒതുക്കി ജസ്റ്റ് ഒന്ന് ഓവറോൾ വാക്ക് അറൗണ്ട് കഴിഞ്ഞ് ബാക്കി എല്ലാ ഡീറ്റെയിൽസും വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ദിസ് ഇസ് ന്യൂ കാർ ഇൻ അവർ ഫാമിലി, ഗ്രാൻഡ് വിറ്റാര. ഹോണ്ട സിറ്റി കൂടാതെ മറ്റൊരു വണ്ടിയും കൂടെയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. ഫാദറിൻ്റെ ബ്രദർ എടുത്തിരിക്കുന്ന വണ്ടിയാണ്, ബ്രാൻഡ് ന്യൂ. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല, ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ആൻഡ് ഹിയർ വി ഹാവ് യെറ്റ് അനദർ ഗ്രാൻഡ് വിറ്റാര എന്ന് വിചാരിക്കും, പക്ഷേ അത് ഫ്രോങ്സ് ആണ്. യെസ്, എനിവേ. ആൻഡ് ദിസ് ഇസ് ദ ബോൾഡ് ബ്യൂട്ടിഫുൾ ഫ്രണ്ട് ഓഫ് ദ കാർ. ഈ LED ഡേ ടൈം റണ്ണിങ് LED ലാംപ്സ് ആണ്. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ആൻഡ് നമ്പർ ആക്ച്വലി ഇപ്പോൾ കിട്ടിയിട്ടില്ല, സോ ടെമ്പററി രജിസ്ട്രേഷൻ ആണ്. ആൻഡ് ഇത് ഡെൽറ്റ ആണെങ്കിലും വി ഹാവ് അപ്ഗ്രേഡഡ് ഇറ്റ്. എന്താ പറയുക, കോസ്മെറ്റിക്കലി ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ 47,000 ഒറിജിനൽ മാരുതി സുസുക്കിയുടെ അലോയ് വീൽസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വിൻഡോൻ്റെ മുകളിലുള്ള ഈ ഒരു സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ബോഡി ക്ലാഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ സൈഡാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇത് സ്ട്രോങ് ഹൈബ്രിഡ് അല്ല, സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. സ്ട്രോങ് ഹൈബ്രിഡിന് 26-27 അടുത്ത് മൈലേജ് കിട്ടും. ഇതിന് 18, 20, 21 ആ ഒരു റേഞ്ചിലാണ് ഇതിന് മൈലേജ് കിട്ടുന്നത്. ആൻഡ് ഇവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, റിവേഴ്സ് ലൈറ്റും. ഇതാണ് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ടെയിൽ ലൈറ്റ്. നല്ല രസമാണ് ഈ ഒരു ടെയിൽ ലൈറ്റ് കാണാനായിട്ട്. ഈ സ്പോയിലറൊക്കെ കമ്പനി ആക്സസറി അല്ല കേട്ടോ, ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് വന്നിരുന്ന സാധനമാണ്. നമ്മൾ എക്സ്ട്രാ ആക്സസറി പൈസ കൊടുത്ത് വെച്ചിരിക്കുന്ന സാധനമല്ല, ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് വരുന്ന സാധനമാണ്. ആൻഡ് യെസ്, ഓബ്വിയസ്ലി നെക്സ ബ്രാൻഡിങ്. ആൻഡ് നമ്മളിനി സീറ്റൊക്കെ തുറന്ന് കയറുന്ന സമയത്ത് താഴെയും ഒരു നെക്സ എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റഫ് പ്ലേറ്റ് ഇല്യൂമിനേഷൻ ഉള്ളത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്കൊന്ന് കയറാം. സോ ദിസ് ഇസ് ദ ഇൻറ്റീരിയർ ഓഫ് ദ ഗ്രാൻഡ് വിറ്റാര. ആൻഡ് ഇത് ഡെൽറ്റ ആണെന്ന് ഞാൻ പറഞ്ഞു, ഫുൾ ഓപ്ഷൻ അല്ല. ബേസ് ഓപ്ഷൻ്റെയും ഫുൾ ഓപ്ഷൻ്റെ ഇടയിലുള്ള വേരിയൻ്റ് ആണ്. സ്റ്റിൽ ഇതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കിട്ടുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇതിൻ്റെ സ്പീഡോമീറ്റർ ആക്ച്വലി അനലോഗ് ആണ്. ഫുൾ ഓപ്ഷനിൽ ഡിജിറ്റൽ സ്പീഡോമീറ്റർ കിട്ടുന്നത്. എനിക്ക് ഒരു അനലോഗ് സ്പീഡോമീറ്ററാണ് ഇഷ്ടം. ഈ ഒരു ഫീൽ ഒരിക്കലും മറ്റേ ഇതിന് കിട്ടില്ല, ഡിജിറ്റൽ സ്പീഡോമീറ്ററിന് കിട്ടില്ല. സോ ഈ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഗുഡ് മോർണിംഗ് പറയും, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. സോ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇത് ഒരു വലിയ 10 ഇഞ്ച് സ്ക്രീനൊന്നുമല്ല, ഫുൾ ഓപ്ഷനിൽ കിട്ടുന്ന സ്ക്രീനല്ല, കുറച്ചും കൂടെ ബേസിക് ആയിട്ടുള്ള സ്ക്രീനാണ്. പക്ഷേ വി ഡു ഗെറ്റ് ഓൾ ദി ഫീച്ചേഴ്സ് ഫ്രം ദ ഫുൾ ഓപ്ഷൻ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഉണ്ട്. അഡാപ്റ്റീവ് അല്ല, അതായത് സ്റ്റിയറിംഗ് തിരിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ല, പക്ഷേ സ്റ്റിൽ യു ഗെറ്റ് ദാറ്റ്. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ. ആൻഡ് ഇതിൻ്റെ സ്പീക്കർ എനിക്ക് എടുത്തു പറയണം, ഞാൻ പൊതുവേ പറയുകയാണെങ്കിൽ മാരുതി സുസുക്കിയുടെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഒരു ഫാൻ ആയിരുന്നില്ല പൊതുവേ. പക്ഷേ ഈ ഒരു വണ്ടിയുടെ സ്പീക്കർ, അതും ഇത് ഫുൾ ഓപ്ഷൻ അല്ല, ജസ്റ്റ് ഇതിന് വെറും 4 സ്പീക്കറേ വരുന്നുള്ളൂ. ഈവൻ ട്വീറ്റേഴ്സ് പോലും ഇല്ല. ബട്ട് ദ ബേസ് റെസ്പോൺസ് ഓഫ് ദിസ് വെരി സിസ്റ്റം ഇസ് ജസ്റ്റ് ഇൻസൈൻ. അടിപൊളി ബേസാ, സ്റ്റോക്ക്. ജസ്റ്റ് 4 സ്പീക്കർ ഉള്ളൂ, സബ് വൂഫർ ഇല്ല, നൺ ഓഫ് ദാറ്റ് തിങ്. ഇതിൻ്റെ സ്റ്റോക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സ്പീക്കർ അടിപൊളി സാധനം. സോ ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ കാണിക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സ്പീക്കർ. ബേസ് കണ്ടോ നിങ്ങൾ?
ഓക്കെ, സോ ദാറ്റ്സ് ദ സ്പീക്കർ റെസ്പോൺസ്. സോ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഇതിൽ തന്നെയുണ്ട്. ഇതിപ്പോൾ ടോർക്കും പവറും കാണിക്കും. ഇപ്പോൾ ആക്സിലേറ്റർ കൊടുത്താൽ ടോർക്ക് എന്തോരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പവർ എന്തോരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കും. അതുപോലെ തന്നെ ആക്സിലറേഷൻ കർവ്. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്, സ്ട്രോങ് ഹൈബ്രിഡ് അല്ല. അതുകൊണ്ട് തന്നെ നോർമലായിട്ട് എഞ്ചിൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ഇതിൽ കാണിക്കും. ഇനി അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ആവറേജ് ഫ്യൂൽ എക്കോണമി കാണിക്കും. ഇതിപ്പോൾ വണ്ടി എടുത്തിട്ട് ആകെ 232 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡെലിവറി എടുത്തിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പുതിയ വണ്ടി ആയതുകൊണ്ടാണ് മൈലേജ് 11.6 ആവറേജ് കാണിക്കണേ. ഇതെന്തായാലും ഈ ഒരു വണ്ടിക്ക് 18-20 അടുത്ത് കിട്ടും. സ്ട്രോങ് ഹൈബ്രിഡിന് 26-27 അടുത്ത് കിട്ടും. സോ പിന്നെ വണ്ടി ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഒരു സിസ്റ്റത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് ഹോം എടുക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ നോർമൽ സിസ്റ്റം. ഇതിൽ തന്നെ നമുക്ക് വെഹിക്കിൾ ഡീറ്റെയിൽസ്, ആവറേജ് സ്പീഡ്, ആവറേജ് ഫ്യൂൽ എക്കോണമി, ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം, എനർജി ഫ്ലോ, ഈ ബാറ്ററിയിലേക്ക് എഞ്ചിനിൽ നിന്നും ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും, ഇതിൽ കാണുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ താക്കോൽ ഒരു തവണ അമർത്തി കഴിഞ്ഞാൽ ഡ്രൈവർ ഡോർ മാത്രമേ തുറക്കുള്ളൂ. 2 തവണ അമർത്തണം ഓൾ ഡോർ തുറക്കണമെങ്കിൽ. അതല്ല, നമുക്ക് ഒറ്റ അമർത്തലിൽ തന്നെ എല്ലാ ഡോറും തുറക്കണമെങ്കിൽ ഓൾ ഡോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണാക്കിയാൽ മതി. അതാകുമ്പോൾ താക്കോൽ ഒറ്റ തവണ പ്രസ് ചെയ്താൽ എല്ലാ ഡോറും ഒരുമിച്ച് തുറക്കും. പിന്നെ AC മോഡ്, ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താലോ ഓഫ് ചെയ്താലോ എക്കണോമിയിലായിരിക്കണോ, കംഫർട്ടിലായിരിക്കണോ, സ്റ്റാൻഡേർഡിലായിരിക്കണോ, അങ്ങനെ AC കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സും കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് എ റിയലി ഗുഡ് സിസ്റ്റം. കാരണം ഈ ഒരു ഡെൽറ്റ വേരിയന്റിൽ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അവർ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ആൻഡ് ഇതിന് ക്രൂസ് കൺട്രോൾ കിട്ടുന്നുണ്ട്, വോളിയം കൺട്രോൾസ് സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ വി ഗെറ്റ് പാഡിൽ ഷിഫ്റ്റേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് എ ട്രാൻസ്മിഷൻ. ഇതിൽ എനിക്കൊരു നെഗറ്റീവ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഏത് ഗിയറിലാണ് കിടക്കണമെന്നുള്ളത് ഇവിടെ കാണിക്കില്ല. ഇപ്പോൾ റിവേഴ്സ് ഇട്ടു, ഇപ്പോൾ ന്യൂട്രൽ ഇട്ടു, ഡ്രൈവ് ഇട്ടു, മാനുവൽ ഇട്ടു. ഇത് കാണണമെങ്കിൽ ഇവിടെ തന്നെ നോക്കണം, M1DN. ഇപ്പോൾ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ നോക്കിയിട്ടേ ഗിയർ മാറ്റുള്ളൂ. ഇപ്പോൾ റിവേഴ്സിലിട്ടത് ഇപ്പോൾ റിവേഴ്സിലാണോ ന്യൂട്രലാണോ കിടക്കണമെന്ന് മനസ്സിലാവില്ല. ഡ്രൈവിലിട്ടാൽ ഇപ്പോൾ മാനുവലിലാണോ എന്നറിയില്ല. ഇപ്പോൾ അതേ ഡ്രൈവിലാണ്. ഞാനിതിപ്പോൾ പാർക്കിങ്ങിൽ നിന്ന് ചിലപ്പോൾ ഒറ്റയടിക്ക് ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാനുവലിലേക്ക് വീഴും. അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് പല വണ്ടികൾക്കും ഉണ്ട്, ഏത് ഗിയറിലാണ് കിടക്കണം എന്നുള്ളൊരു ലൈറ്റ് ഇവിടെ കൊടുക്കാറുണ്ട്. അത് ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ ഒരു നല്ല ഓപ്ഷനായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നലുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഇൻറ്റീരിയർ ഓഫ് ദ കാർ. ആൻഡ് ബിൽഡ് ക്വാളിറ്റി വൈസ് ഇതൊരു മാരുതിയുടെ വണ്ടിയാണെന്ന് തോന്നില്ല, അത്ര നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. വളരെ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് ആണ് ഇൻറ്റീരിയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ. ഫാബ്രിക് സീറ്റ്സ് ആണ്, ലെതർ ഒന്നും അല്ല, സീറ്റ് കവർ ഇട്ടിട്ടില്ല. ഒറിജിനൽ സ്റ്റോക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് സീറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ വണ്ടിയിൽ ഡെൽറ്റ ആയിട്ട് പോലും, ഞാൻ പിന്നെയും പറയുന്നു, ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല, ബേസ് ഓപ്ഷൻ്റെയും ഫുൾ ഓപ്ഷൻ്റെ ഇടയിലത്തെ വണ്ടിയാണ്. 16 ലക്ഷമാണ് ഇതിന് ഓൺ റോഡ് ആയത്. ഡെൽറ്റ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, സ്മാർട്ട് ഹൈബ്രിഡ്. സ്റ്റിൽ വി ഗെറ്റ് ഓട്ടോമാറ്റിക് പാർക്കിംഗ് ബ്രേക്ക്, ഹോൾഡ്, ഹിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അസിസ്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. വിച്ച് ഈസ് എ റിയൽ ഡീൽ. ഈ ഒരു പ്രൈസിന് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ദിസ് ഈസ് ദ റിയർ സീറ്റ് ഓഫ് ദ കാർ. വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ബാക്കിൽ റിയർ AC വെൻസ് കിട്ടുന്നുണ്ട്. ഈ സീറ്റ് അത്യാവശ്യം റിക്ലൈൻ ചെയ്യാനും പറ്റും. ഇതിപ്പോൾ ഇവിടെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്, ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് നോർമൽ ആംഗിൾ, ഇത് മാക്സിമം റിക്ലൈൻഡ് ആംഗിൾ. അത്യാവശ്യം റിക്ലൈനേഷൻ ബാക്കിൽ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, ഡ്രൈവിംഗ് ദ ഗ്രാൻഡ് വിറ്റാര. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ഡീലാണ് കിടക്കണേ. ആൻഡ് ഡ്രൈവിംഗ് ഫീൽ ഭയങ്കര സ്മൂത്താണ്. ഇത്ര വലിയൊരു വണ്ടിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് പേഴ്സണലി സ്റ്റിയറിംഗ് വീൽ ഭയങ്കര ലൈറ്റ് ആയിരിക്കുന്ന, പക്ഷേ സർപ്രൈസിംഗ്ലി സ്പീഡ് കുറച്ചും കൂടെ കൂടുമ്പോൾ ഇത് എങ്ങനെയൊക്കെയോ വെയിറ്റ് ആയി വരുന്നുണ്ട് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ. അതൊരു നല്ലൊരു ഫീഡ്ബാക്കുള്ള സ്റ്റിയറിംഗ് വീലാണ്. ആൻഡ് ഇത്ര വലിയ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഓടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ബോഡി റോളോ, വണ്ടി വീശി കോർണർ എടുക്കുമ്പോഴൊക്കെ നല്ല ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മൾ അങ്ങനെ സൈഡിലേക്ക് പോവുക വലിയ ബോഡി റോളോ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ ഇല്ല. അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇത്രയും വലിയൊരു വണ്ടി, ഗ്രാൻഡ് വിറ്റാര ഈസ് ഓബ്വിയസ്ലി ബിഗ്, അത്യാവശ്യം വലിയൊരു വണ്ടിയാണ്. ഇത്ര വലിയൊരു വണ്ടിയിൽ നിന്ന് നമ്മളിങ്ങനെ കോർണറൊക്കെ വീശിയെടുക്കുമ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന പോലത്തെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പ്ലാന്റഡ് ആയിട്ട് ഈ വണ്ടി ഇരിക്കുന്നുണ്ട്. ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്ത് പറയണം. ഞാൻ പറഞ്ഞല്ലോ, മാരുതി സുസുക്കിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഈവൻ ദ ബേസിക് പ്ലാസ്റ്റിക്സ് ആർ സോ ഗുഡ്. ആൻഡ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിയർ മാറുന്നതിനെ പറ്റി ഓബ്വിയസ്ലി ചിന്തിക്കേണ്ട. ഞാനൊരു ഓട്ടോമാറ്റിക് ഫാനൊന്നും അല്ലായിരുന്നു. എന്നിട്ട് പോലും കണ്ടോ, ഇത്ര വലിയ കോർണറൊക്കെ നമ്മൾ വളരെ കൂളായിട്ട് സിംഗിൾ ഹാൻഡഡ് കൊണ്ട് നമുക്ക് സ്റ്റിയറിംഗിൽ തിരിക്കും ചെയ്യാം. പക്ഷെ വണ്ടി കയ്യിൽ നിന്ന് പോകണമില്ല. ഓക്കെ,
അത് നല്ലൊരു സാധനമാണ്. പിന്നെ മാനുവൽ മോഡിൽ ഇട്ട് ഓടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഡ്രൈവിൽ തന്നെ നമ്മൾ ജസ്റ്റ് മൈനസ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗിയർ മാറും. പിന്നെ ഓട്ടോമാറ്റിക്കലി കാലെടുത്തു കഴിഞ്ഞാൽ തന്നെ തിരിച്ച് ഡിയിലേക്കും പോകും. ഇപ്പോൾ എം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് പാഡൽ ഷിഫ്റ്റർ യൂസ് ചെയ്തപ്പോൾ എമ്മിലേക്ക് പോയി, അത് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് ഡി ആവും. ഇപ്പോൾ തിരിച്ച് ഡ്രൈവിലേക്ക് തന്നെ പോയി. സോ ഇതാണ് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ ഒരു ഗിയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ തിരിച്ച് മാനുവലിലിട്ട് പാഡൽ ഷിഫ്റ്ററൊക്കെ ഉപയോഗിച്ച് ഓടിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് പുതിയ വണ്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് കാല് കൊടുക്കാത്ത. ബേസിക്കലി നിങ്ങൾ എൻ്റെ മുന്നത്തെ ഏത് റിവ്യൂ കണ്ടാലും RPM കയറ്റലും റെഡ് ലൈനിങ്ങും തേങ്ങ മാങ്ങയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് പുതിയ വണ്ടിയാണ്, ഞാൻ അല്ലാതെ അങ്ങനെ കാല് കൊടുക്കുന്നില്ല. ഒരു ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇതിൻ്റെ കേപ്പബിലിറ്റി കാണിച്ചു തരാൻ വേണമെങ്കിൽ ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഐ എം സോ സോറി അബൌട്ട് ദ എക്സ്പോഷർ തിങ്. മഴക്കാരും വെയിലും ഇങ്ങനെ ഒരുമിച്ച് മിക്സായി മാറി മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ പോകുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു എക്സ്പോഷർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് കാരണം കൊണ്ട്. എനിവേ ലീവ് ഇറ്റ്. ആൻഡ് വിസിബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഇസ് വെരി വിസിബിൾ. ഓക്കെ, ഇപ്പം ഞാൻ ഓവർടേക്ക് ചെയ്യാം. ജസ്റ്റ് ഫ്ലോർ ചെയ്തു, കണ്ടോ? ഓവർടേക്കിംഗ് ഒക്കെ വളരെ കൂളായിട്ട് വണ്ടി സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. ആൻഡ് മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹൈ സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ, നമ്മൾ ഹൈവേയിൽ ഇപ്പോൾ ഒരു 80 above സ്പീഡിൽ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇതിൻ്റെ എഞ്ചിൻ കട്ട് ഓഫ് ആയിട്ട് ബാറ്ററിയിലായിരിക്കും വണ്ടി പോകുന്നത്. സോ ആ ഒരു ഹൈബ്രിഡ് ഫീച്ചറും വളരെ നല്ലതാണ്. സ്ട്രോങ് ഹൈബ്രിഡിൽ അങ്ങനെയല്ല. ഇനീഷ്യൽ സ്പീഡുകളിൽ കുറഞ്ഞ സ്പീഡിൽ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ബാറ്ററിയിലും, നല്ല സ്പീഡ് എടുക്കുമ്പോൾ എഞ്ചിനിലേക്ക് മാറുക ചെയ്യുക. പക്ഷേ ഈ വണ്ടി നേരെ തിരിച്ചാണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഹൈവേയിൽ നമ്മൾ നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്യുമ്പോൾ എഞ്ചിൻ കട്ട് ഓഫ് ആയിട്ട് ഇതിലാണ് പോവുക, ബാറ്ററിയിലാണ് പോവുക. സോ ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ്. പിന്നെ ഇതിൽ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഇല്ല, നമ്മുടെ ഫുൾ ഓപ്ഷൻ ഗ്രാൻഡ് വിറ്റാരയിൽ വരുന്ന പോലെ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഇല്ല. സോ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്. ഞാൻ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്നൊരു ഇത്ര നല്ലൊരു ഓടിക്കാൻ രസമുള്ളൊരു വണ്ടി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ആൻഡ് സ്റ്റിയറിംഗ് വീൽ നമുക്ക് ക്രൂസ് കൺട്രോളും വോളിയം ബട്ടണും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഫുൾ ഓപ്ഷൻ ഗ്രാൻഡ് വിറ്റാര ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഫുൾ ഓപ്ഷൻ ഗ്രാൻഡ് വിറ്റാര ഇസ് ലൈക്ക് 27 to 28 lakhs. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഓപ്പൺ റോഡ് ഉണ്ട്, ഓവർടേക്ക് ചെയ്യാം. ജസ്റ്റ് ഫ്ലോർ ചെയ്യുന്നു. ഡൗൺ ഷിഫ്റ്റ്സ് ആർ വെരി ഈസി. ലൈക്ക് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഡൗൺ ഷിഫ്റ്റ് ആവുകയാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഗിയർ ബോക്സിന് നമുക്ക് വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. മറ്റേ DCTയോ DSGയോ സാധനങ്ങളൊന്നും അല്ല. നോർമൽ ടോർക്ക് കൺവേർട്ടർ ആയിട്ടുള്ള ഒരു AMT ഗിയർ ബോക്സ് ആണ്. ടോർക്ക് കൺവേർട്ടറോ അല്ലെങ്കിൽ AMTയോ. പക്ഷേ ഇത്ര ചീപ്പായിട്ടുള്ളൊരു വണ്ടി അല്ലല്ലോ, അതുകൊണ്ട് AMT ഒന്നും അവർ കൊടുക്കാൻ വഴിയില്ല. AMT ഒക്കെ മറ്റേ വേഗണറിൻ്റെ ഓൾട്ടോൻ്റെ ഗിയർ ബോക്സ് ആണ്. ഇത് ടോർക്ക് കൺവേർട്ടർ ആണ് എന്ന് ഐ ബിലീവ്. ആൻഡ് ഗിയർ ഈ പറഞ്ഞില്ലേ ലാഗൊന്നുമില്ല. ഇപ്പോൾ ഞാൻ മൈനസ് അടിച്ചു, ഒന്നും കൂടെ മൈനസ് അടിച്ചു, ഒരു പ്രശ്നവുമില്ല അപ്പ് ഷിഫ്റ്റിലോ ഡൗൺ ഷിഫ്റ്റിലോ കാര്യങ്ങളിലോ ഒന്നും. ഓക്കെ, ആൻഡ് ഇതിന് നൈറ്റ് ഡ്രൈവിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ത്രോ എടുത്ത് പറയണം. അടിപൊളി ഹെഡ്ലൈറ്റാണ് രാത്രി. പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ ഹോണ്ട സിറ്റി യൂസ് ചെയ്യുന്ന ആളാണ്. അതിൽ നിന്ന് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കിയപ്പോൾ അടിപൊളിയാണ്. പിന്നെ വിസിബിലിറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഐ ലെവലിൽ ഫോൺ വെക്കുകയാണെങ്കിൽ നമുക്ക് ലിറ്ററലി ബോണറ്റ് കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാം. ഓക്കെ, അതായത് ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഏകദേശം ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീലിൽ നമുക്ക് ഓടിക്കാം. പിന്നെ ഇതിപ്പോൾ ഹൈ റേഞ്ചിലൊക്കെ പോവുകയാണെങ്കിൽ ഹെയർ പിന്നോ വളവോ തിരിവോ ബെൻഡോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വി ഹാവ് മറ്റേ ഹിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഹോൾഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പോൾ ബാക്ക് ഇറങ്ങി പോകുകയെന്നുള്ളൊരു പേടി വേണ്ട. ഓട്ടോമാറ്റിക്കാണ്, ക്രോൾ ഫീച്ചർ ഉണ്ട്, എന്നാൽ പോലും ബാക്ക് ഇറങ്ങി പോകുകയെന്നുള്ളൊരു പേടി വേണ്ട. വളരെ കൂളായിട്ട് നമുക്ക് ഓടിച്ചു നടക്കാൻ പറ്റുന്നൊരു വലിയ വണ്ടി. എന്നാൽ വലിയ വണ്ടി ആയ സ്ഥിതിക്ക് നമുക്കിത് വളയ്ക്കാനോ തിരിക്കാനോ മറയ്ക്കാനോ ഉള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. മാരുതി സുസുക്കിയുടെ ഫാൻ അല്ലാതിരുന്ന ഞാൻ മാരുതി സുസുക്കിയുടെ ഏക വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഫാനായി മാറിയിരിക്കുകയാണ് ഈ ഒരു വണ്ടി. ഞാൻ പുതിയ സ്വിഫ്റ്റും പുതിയ മറ്റേ ബലേനോയും ഫ്രോങ്സും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഫ്രോങ്സ് ഇസ് എ റിയലി ബെറ്റർ കാർ ആക്ച്വലി കമ്പയർഡ് ടു ബലേനോ. ബട്ട് സ്റ്റിൽ ഗ്രാൻഡ് വിറ്റാര ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. ഞാൻ ഇത്രയും ഒരു ബിൽഡ് ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ലൈക്ക് 27 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി ലോഞ്ചായി എന്നൊക്കെ കേൾക്കുമ്പോൾ ഐ വാസ് ലൈക്ക് എന്താടാ ഇത്, മാരുതി സുസുക്കിക്ക് 27 ലക്ഷം. നല്ല പുച്ഛമായിരുന്നു എനിക്ക് ആ കമ്പനിയുടെ അടുത്ത്. തന്നെ കമന്റ് സെക്ഷനിൽ കുറേ പേര് തെറി വിളിക്കാൻ വരും, എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു വണ്ടി ഒരിക്കലും മാരുതി സുസുക്കി ഉണ്ടാക്കിയ പഴയ വണ്ടികളുടെ ഒരു ഇതായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ ആരെങ്കിലും എന്നെ പോലെ മാരുതിയുടെ അടുത്ത് പുച്ഛമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. ഇതിൻ്റെ ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിംഗിൽ അത്യാവശ്യം നല്ല രീതിക്ക് സേഫ്റ്റി സ്റ്റാർസ് ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേക്കണ്ടോ, നല്ല വീശി കോർണർ എടുക്കാം 30-40 സ്പീഡിൽ, ഒരു പ്രശ്നമില്ല. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നടന്നോളും, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇത് ഓടിച്ച് നടക്കാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഓട്ടോമാറ്റിക് ഫാൻ അല്ലായിരുന്നു.
എന്നിട്ട് പോലും ഈ ഒരു വണ്ടി ഓടിക്കാൻ എനിക്ക് അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്രയും നേരം ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഈ സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റൈറ്റ് കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ഞാൻ വണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങൾ നോക്കിയാൽ ഞാൻ എന്ത് ഈസി ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നോക്കിയാൽ. ഓട്ടോമാറ്റിക് ആണ് ഓബ്വിയസ്ലി, മറ്റേ കൈയുടെ ആവശ്യമില്ല. എന്നാൽ പോലും ഒറ്റ കൈ കൊണ്ട് വരെ സിംഗിൾ ഹാൻഡഡ്ലി സ്റ്റിയറിംഗ് തിരിക്കാനും വണ്ടി കൺട്രോൾ ചെയ്യാനും, ഇത്ര വലിയ വണ്ടി ആയിട്ട് പോലും ഇങ്ങനത്തെ വളവും തിരിവും ഉള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. സോ ദിസ് ഇസ് എ റിയലി നൈസ് കാർ. ഈ ഒരു വണ്ടീനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് റിവ്യൂ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരും. ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉള്ളൊരു വണ്ടിയാണിത്. സോ ഞാൻ തന്നെ ഈ ഒരു വണ്ടി കുറേ അധികം ഓടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ എന്തായാലും പറയുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ദിസ് ഇസ് മീ, ലാൻസ് ബിജോ, സൈനിങ് ഓഫ് ആൻഡ് ബൈ ഫോർ നൗ.